ഡോക്ടർ അജിത്ത്, അദ്ദേഹം ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അജിത്ത്, നേരത്തെ എം ബഷീർ നൽകിയ ശുപാർശ ഇവ രണ്ടും, വേടന്റെ പാട്ടും അതുപോലെ തന്നെ ഈ അജിത ഹരയും ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. ഇവ രണ്ടും ഏത് രൂപത്തിലാണ് സിലബസിൽ ഉൾപ്പെടുന്നത്? ഹലോ, പറഞ്ഞോളൂ. കേട്ടില്ല സാർ, ചോദ്യം വ്യക്തമായില്ല. ഞാൻ ചോദിച്ചത്, നേരത്തെ എം ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സമിതി അല്ലെങ്കിൽ എം ബഷീറിന്റെ റിപ്പോർട്ട് ഇവ രണ്ടും ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു. ഏത് സാഹചര്യത്തിലാണ്, ഏത് രൂപത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ മലയാളത്തിൽ ഈ രണ്ട് സംഗതികൾ, ഈ രണ്ട് പാട്ടുകൾ ഉൾപ്പെടുന്നതെന്നാണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഡോക്ടർ എം ബഷീർ ഇത് പരിശോധിച്ച് നിയമപരമായി സാധുതയുള്ളതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാൻ VC-യുടെ അടുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ബോർഡ് ഓഫ് സ്റ്റഡീസും അക്കാഡമിക് കൗൺസിലുമാണ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത അക്കാദമിക് കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ബോഡികൾ. അതിന് പുറത്തുനിന്ന് മറ്റൊരാളെ കൊണ്ട് പരിശോധിപ്പിച്ചത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ അതിനോടുള്ള പ്രതികരണം ഞങ്ങൾ രേഖപ്പെടുത്തുകയും വൈസ് ചാൻസലർക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇതിനകത്ത് കണ്ട കാര്യങ്ങൾ, വേടന്റെ പാട്ട് എന്നുള്ളത് പിന്നെ ഒരു കവിതയെ വിലയിരുത്തുന്ന പോലെയാണ് അദ്ദേഹം വിലയിരുത്തിയിട്ട് അതിൽ കാവ്യാത്മകമായ ഇഴയെടുപ്പമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷെ ഇതൊരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെന്റുകൾ അടങ്ങിയിരിക്കുന്ന ഒരു റാപ്പ് സംഗീതമാണ്. റാപ്പിന് അതിൻ്റെതായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, അതൊരു പ്രതിരോധത്തിന്റെ പശ്ചാത്തലമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഈ പഴയ കാവ്യസങ്കേതങ്ങളൊന്നും ഉപയോഗിച്ച് വിലയിരുത്താൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രസക്തമാണ് എന്നാണ് ഞങ്ങൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അത് തുടരണം എന്ന നിലയിൽ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തത്. അതേപോലെ തന്നെ അജിത ഹരയെ സംബന്ധിച്ച് അതിൽ ഭക്തിഭാവമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. നമ്മൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് സിലബസ് ഉണ്ടാക്കുന്നത് അതിൽ ഭക്തിഭാവമുണ്ടോ, അതിന്റെ അളവുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. ആ പറയുന്ന ഒരു കഥകളി പദത്തെ എങ്ങനെയാണ് ഈ രണ്ട് സംഗീതവും പഠിക്കുന്നത് ഇപ്പം BA മലയാളത്തിലാണല്ലോ. അപ്പോ ഏത് മൊഡ്യൂളിലാണ്, എന്ത് പഠിക്കുമ്പോഴാണ് ഇത് ടെക്സ്റ്റ് ഉൾക്കൊള്ളിക്കുകയാണോ അതോ റെഫറൻസ് ആണോ? അല്ലല്ല, അത് പാഠം, അതിന്റെ നമ്മുടെ വീഡിയോ ലിങ്കുകളാണ് കൊടുത്തത്. അതിന്റെ സംഗീതം മാത്രമല്ല, അതിന്റെ ദൃശ്യം, അതിന്റെ വരികൾ ഒക്കെ അടങ്ങിയതാണ് ആ പറഞ്ഞ പിന്നെ നമ്മുടെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം.